അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് ഖുദ് ബിഐദീനാ ഖല്ലത് ഹീലതുനാ അദ്രിക്നാ മുറാദനാ യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് ഖുദ് ബിഐദീനാ ഖല്ലത് ഹീലതുനാ അദ്രിക്നാ മുറാദനാ യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് ഖുദ് ബിഐദീനാ ഖല്ലത് ഹീലതുനാ അദ്രിക്നാ മുറാദനാ യാ റസൂലല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ മജ്ലിസ് അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അസ്ഹാബുൽ ബദറിന്റെ ഹുളൂറും അവിടുത്തെ ഹിമായത്തും ഹിഫ്ളും ഒക്കെയുള്ള നല്ല സദസ്സാക്കി അള്ളാഹു നമ്മുടെ ഈ സദസ്സ് അള്ളാഹു സ്വീകരിക്കട്ടെ. പുറത്തുള്ള ആളുകളൊക്കെ മാക്സിമം നമ്മുടെ ഈ പള്ളിയിലേക്ക് തന്നെ കയറിയിരുന്ന് ഇൻഷാ അള്ളാഹ് കുറച്ചു നേരം ഈ സദസ്സിലിരുന്ന് സ്വലാത്തുൻ നാരിയ ഇൻഷാ അള്ളാഹ് ഒരു 11 സ്വലാത്ത ചെല്ലുന്നുള്ളൂ. ആ 11 സ്വലാത്തുൻ നാരിയ ചെല്ലുമ്പോൾ എല്ലാവരും മനസ്സിൽ ഒരുപാട് ആളുകൾ, പല ഉദ്ദേശമുള്ള ആളുകളുണ്ട്. മക്കളില്ലാത്ത ആളുകളുണ്ട്, വീടില്ലാത്ത ആളുകളുണ്ട്, കടമുള്ള ആളുകളുണ്ട്, ഇങ്ങനെ തുടങ്ങി മക്കളെ കാര്യത്തിൽ വിഷമിക്കുന്ന ആളുകളുണ്ട്, കോടികൾ നഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് നിൽക്കുന്ന ആളുകളുണ്ട്, മറ്റൊരുത്തൻ്റെ മുമ്പിൽ പറയാൻ കഴിയാത്ത വിഷമങ്ങളുള്ള ആളുകളൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. എല്ലാവരും നല്ല ഡ്രസ്സൊക്കെ ധരിച്ചിങ്ങനെ നിൽക്കുന്നുണ്ടോ എന്നുള്ളൂ. ഓരോരുത്തരെങ്ങനെ ഒന്ന് പൊളിച്ചു നോക്കിയാൽ ഒരുപാട് പ്രശ്നങ്ങളാണ്. അതിന് പരിഹാരം ദുആ മാത്രമേ ഉള്ളൂ. മറ്റു പരിഹാരങ്ങളൊക്കെ ചെയ്യുന്നതോട് കൂടെ ദുആയാണ് അതിൻ്റെ മുമ്പിലുള്ളത്. പിന്നെ ഒന്ന് തവക്കുലും. ഈ 2 കാര്യവുമാണ്. 2 കാര്യം ഉണ്ടാകുമ്പോൾ അത് റെഡിയാവും. തവക്കുലില്ലാത്ത ഒരു കാര്യവും നടക്കൂല. എപ്പോഴും നമുക്ക് തവക്കുൽ വേണം. ഒരു വിഷയങ്ങൾ നമ്മൾ നടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളത് അള്ളാഹുവിൽ നമ്മൾ തവക്കുലാക്കുക. നടന്നാലും നടന്നില്ലെങ്കിലും ഒക്കെ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ചിലപ്പം വേഗം നടക്കും. ആ വിഷയം നടക്കുമ്പം അത് നമ്മളെ കഴിവുകൊണ്ടാകാൻ പാടില്ല, അത് അള്ളാഹുവിൻ്റെ കഴിവുകൊണ്ട് തന്നെയാണ്. നടക്കാതെ വന്നാലും അങ്ങനെ തന്നെ. പലപ്പോഴും നമ്മൾ അലല്ലാ എന്ന് പറയില്ല. എപ്പോഴാണ് നമ്മൾ കുടുങ്ങുമ്പോഴാണ്. ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല, അലല്ല പഠിച്ചോ കണ്ട വേണ്ടിക്കട്ടെ, അത് കുടുങ്ങുമ്പോഴല്ല പറയണം, ആദ്യം തന്നെ പറയണം. അപ്പോൾ എപ്പോഴും നമുക്ക് ഏത് വിഷയമാണ് അങ്ങനെ. അറബികൾ അങ്ങനെയാണ്. അറബികളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അവരെപ്പോഴും പറയാൻ എങ്ങനെയാണ്, ഏത് വിഷയമാണെങ്കിലും അലല്ലാ, അത്രേ അവർ പറയുള്ളൂ. എത്രയാണെങ്കിലും ഞാനിങ്ങനെ ഒരു കഥ പറയാറുണ്ട്. ഞാൻ എൻ്റെ പരിചയത്തിൽ വലിയൊരു കഥ. ജിദ്ദയിൽ ബവാദിയിലുള്ള ഒരു അറബി സഹോദരൻ, അദ്ദേഹം വലിയ ഒരു ഗോഡൗൺ, ഈ പെയിൻറ്റിൻ്റെ ഗോഡൗൺ, ഈ പെട്ടെന്ന് പെയിൻറ്റിന് തീ പിടിക്കുന്ന ഒരു സാധനമാണ് പെയിൻറ്റ്. ഈ ഗോഡൗൺ മൊത്തം കത്തി നശിച്ച് മില്യൺ റിയാലുകളുടെ നഷ്ടമുണ്ട്. പക്ഷെ ഭയങ്കര സങ്കടം ആളുകൾക്ക് കേൾക്കുന്നവർക്കും അറിയുന്നവർക്കും ഒക്കെ. എന്നാലും ആ ഓഫീസിലേക്ക് അദ്ദേഹം എത്തുന്നതിന് മുമ്പ് ഒരു മലയാളിയുടെ ഒരു കടയിൽ കയറി, ബൂഫിയിൽ കയറി എന്നും ഒരു സാൻഡ്വിച്ച് 1 റിയാലിനാണ് അത് കഴിക്കും എപ്പോഴും. അങ്ങനെ അദ്ദേഹം നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്, സമ്പത്തുള്ള ആളാണ്, മാന്യനാണ്. പലപ്പോഴും പണം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ മാന്യത ഉണ്ടാവാറില്ല. ചിലർക്ക് വിവരം ഉണ്ടാവില്ല. പണം ഉള്ളവന് വിവരം ഇല്ലെങ്കിൽ, മാന്യത ഇല്ലെങ്കിൽ ആ പണം കൊണ്ടാകെ അയൽക്കുൽക്കാവും. നല്ല പണമുള്ള ആളുകളാണ്. അതിനനുസരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് മാന്യതയും ഇല്ല, വിവരവും ഇല്ലെങ്കിൽ അയാളെ ഒരു പരിപാടിക്ക് സ്റ്റേജിമ കയറ്റിയിട്ടില്ലെങ്കിൽ കുടുങ്ങി. പിന്നെ അയാൾ ഒന്നും സഹായിക്കൂല. അപ്പോൾ അയാൾ സ്റ്റേജിമ കയറ്റണം. അയാളെ പേര് പറയാൻ ആചാര്യന്ന് വിളിച്ചാൽ മറന്നുപോയാൽ മുദരിസിനെ ഒഴിവാക്കും. ഇവിടുത്തെ മുദരിസിനെ പറ്റിയല്ലേ പറഞ്ഞേ, സാധാരണ മുദരിസ്മാർക്കുണ്ടാണ് അനുഭവം. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ എവിടെങ്കിലും ഒന്ന് എന്തെങ്കിലും ഒന്ന് വിളിക്കാതിരുന്ന അപ്പം കഴിഞ്ഞു പോയി. അങ്ങനെ കുറേ ആളുകൾ. അതെന്തുകൊണ്ടാണ്? പണമുണ്ട്, വിവരമില്ലാത്തതുകൊണ്ടാണ്. വിവരം ഉണ്ടെങ്കിൽ, ഞാൻ വിവരമുള്ള മനുഷ്യനല്ലല്ലോ, ഞാൻ വിവരമില്ലാത്ത ആളാണ്. അതുകൊണ്ട് ഞാൻ ആ ഒരു പണ്ഡിതന്മാർ നിറഞ്ഞ ഒരു സദസ്സിൽ, അതുപോലെ ധാരാളം പണ്ഡിതന്മാർ പലപ്പോഴും ചില സദസ്സുകളിലുണ്ടാവും. ഇപ്പം ഇവിടെ തന്നെ ഈ മക്കാമിൽ വന്നപ്പോൾ നമ്മളിങ്ങനെ ലൈവൊക്കെ പാടെ ഉണ്ടായതുകൊണ്ട് ഇങ്ങ് കാണാൻ വേണ്ടി കസാല ഇരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നേക്കാൾ ഈ ചെയറിൽ ഇരിക്കാൻ അർഹതപ്പെട്ട ആളുകൾ ഇവിടെ ഉണ്ട്. ഈ സദസ്സിൽ ഒരുപാട് മഹാന്മാരുണ്ട്. അള്ളാഹു തആല അവരൊക്കെ ബർക്കത്ത് കൊണ്ട് നമ്മളെ മജ്ലിസ് അള്ളാഹു കബൂലാക്കട്ടെ. അത് ചിലപ്പോൾ നാടനായിരിക്കും, വേറെ നാടൻ മനുഷ്യനായിരിക്കും.
അള്ളാഹുവിൻ്റെ അടുക്കൽ ഇഷ്ടപ്പെട്ട ആളുകളായിരിക്കും. അങ്ങനത്തെ ആളുകൾക്ക് ഉണ്ടാവും എവിടെ ചെന്നാലും. പക്ഷേ വിവരമുണ്ടാകുമ്പോൾ അയാൾ കരുതും ഞാൻ അവിടെ ഇരിക്കേണ്ട ആളല്ല, ഞാൻ ഇവിടെ ഇരിക്കേണ്ട ആള്. അപ്പം അങ്ങനെ കരുതിയാൽ കുഴപ്പമില്ല. അപ്പം അതുകൊണ്ട് അയാളെ പേര് പറയാൻ വിട്ടുപോയി, ഇല്ലെങ്കിൽ മൊമെൻ്റ് കൊടുക്കാൻ എനിക്ക് തരേണ്ട ആളേനി, ഞാൻ 8 പേരുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ദാറുൽ ഖൈറിന്, അതുകൊണ്ട് എന്നെ വിട്ടുപോയി, അതുകൊണ്ട് ഞാൻ ഇനി ഒന്നും ഓൽക്ക് തരൂല, ഒന്നും വരട്ടെ, ഇനി ഒരു പിരിവിനെടുത്ത റബീലവിന് വരട്ടെ കാണിച്ചു കൊടുക്കാം എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടാവും. അതൊക്കെ വിവരമില്ലാത്ത ആളുകളാണ്. അപ്പം അത്തരക്കാരാകുന്ന ആളുകൾ ചിലപ്പോൾ വലിയ പ്രയാസങ്ങൾ ഉണ്ടായിത്തീരും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പം അൽഹംദുലില്ലാ ആ മനുഷ്യൻ നല്ല വിവരമുള്ളവനാണ്, പണമുള്ളവനാണ്, മാന്യതയുള്ള ആളാണ്. അതുകൊണ്ട് ഇയാൾ ഈ കടയുടെ ബാക്കിൽ വന്നിട്ട് ഇയാൾ ഇങ്ങനെ കാട്ടും മലയാളിനോട്, 1 റിയാലിൻ്റെ സാൻഡ്വിച്ച് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ആ സാൻഡ്വിച്ചിനുള്ള ഷുറൂത്തുകൾ ഷത്തല, കച്ചപ്പില, തമാത്തംല, ഖിയാറില്ല, ഫുൽഫുല്ല, ബീൽ മഗ്ലിബസ്. വല്ലതും തിരിഞ്ഞോ? തിരിയില്ലാനാണ്. അത്ര ഞാൻ മതി എന്ന് പറഞ്ഞാൽ കോയിമുട്ട ആംപ്ലേറ്റ് അടിച്ചിട്ടാണ് വൈക്ക് വേറൊന്നും ഇടണ്ടാന്ന്. സത്ത വേണ്ട, കച്ചപ്പ് വേണ്ട, തക്കാളി ഒന്നും വേണ്ടാൻ, ഖിയാർ വേണ്ട, ഖിയാർ കക്കരിക്ക, ഇതൊന്നും വേണ്ട, വെറും കോയിമുട്ട ആംപ്ലേറ്റ് അടിച്ച് ഈ റൊട്ടിൻ്റെ ഉള്ളിലാക്കി തന്നാൽ മതി എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇപ്പം മനസ്സിലായില്ല നിങ്ങൾക്ക്? എന്തെല്ലാം പണി പഠിപ്പിക്കണം, ഇനിയിപ്പോൾ ബൂഫിയ പണിയും പഠിപ്പിച്ചോളാം, പലതും വേണം. ഇതിപ്പോൾ താത്തൂർ സക്കാഫിക്ക് ഈ അതൊന്നും മൂപ്പർക്ക് പറയാൻ കഴിയില്ല, അതിന് കുറച്ചു കാലം കേൾപ്പ് പോകണം, അപ്പോഴേ ശരിയുള്ളൂ. അപ്പം അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഇത്ര മില്യൺ റിയാലുകൾ നഷ്ടപ്പെട്ട് നിൽക്കുമ്പോഴും ഇദ്ദേഹം ബാക്കിൽ നിന്ന് ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പോൾ ഈ മലയാളിക്കൊരാഗ്രഹം ഇയാളെ നഷ്ടം അറിയാൻ. മലയാളിക്ക് പിന്നെ അങ്ങനെ ഒരു മെച്ചമുണ്ട്, എല്ലാവരും നഷ്ടം അറിഞ്ഞിട്ട് ഇങ്ങനെ സന്തോഷിക്കുന്ന ആളാണ്. ദ്വാരം കൊടുക്കാനല്ല, ദ്വാരം പഠിച്ചോനെ അയാൾക്ക് ഭയങ്കര കട്ടായല്ലോ, അയാളെ രക്ഷപ്പെടുത്തി കൊടുക്കുക, അത് പറയാനല്ലേ. അൽഹംദുലില്ലാ ഞാൻ നാൾ തുടങ്ങിയപ്പോൾ എനിക്ക് നഷ്ടം ഉണ്ടായിനി, ഓനും പോയല്ലോ, റാത്തായി, പൊതുവെ റാത്തായി. ഇത് മനസ്സിലിങ്ങനെ സന്തോഷിക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വണ്ണം കൂടൂല നീളം വെക്കൂല മലയാളികൾ. ഓല കണ്ടല്ലോ നിങ്ങൾ, അത് രണ്ടും ഇല്ലെങ്കിൽ ഇത് രണ്ടുണ്ടാവുള്ളൂ. അപ്പം മലയാളി ചോദിച്ച് ഈ അറബിനോട് ഒന്നും സംസാരിക്കാറില്ല സാധാരണഗതിയിൽ. ആ ഓൻ്റെ സാൻഡ്വിച്ച് കൊടുത്ത് ഓനതിനെ 1 റിയാലും കൊടുത്ത് പോലാണ്. പക്ഷെ മലയാളിക്കൊരാഗ്രഹം എത്ര നഷ്ടപ്പെട്ടിട്ടുണ്ടാവും നില. അപ്പം പിന്നെ യാ മുഹമ്മദ് കൈഫ ഹാലിക് ത്വയ്യിബ് കം ഖസാറ മുംകിൻ, എത്ര നഷ്ടം ഉണ്ടാവും ഏകദേശം? ഒറ്റ ചോദ്യം. ആ ചോദ്യം ചോദിച്ചപ്പോൾ ഇയാൾ മറുപടി പറഞ്ഞ് ഇയാളിതിൻ്റെ കണക്കിങ്ങനെ പറയുന്ന ഗതി നിന്ന്. പക്ഷെ മലയാളി പറഞ്ഞു അൽഹംദുലില്ലാ അലല്ലാ യാ മുഹമ്മദ്. ഒറ്റ വർത്താന മലയാളിനോട് ഈ അറബി. ഞാൻ എന്താ ചോദിക്കുക? ഇനിയൊന്നും ചോദിക്കാമല്ല, കഴിഞ്ഞ് വിഷയം കഴിഞ്ഞ്. അലല്ലാ, ഞാൻ അള്ളാഹുവിലെല്ലാം ഏൽപ്പിച്ചിട്ടുണ്ടെന്നാലും ബാക്കിയുള്ളതുണ്ടല്ലോ, അത്രയല്ലേ നഷ്ടപ്പെട്ടതുള്ളൂ. അൽഹംദുലില്ലാ, അങ്ങനെയാണ് അവർ പറയുക എപ്പോഴും അങ്ങനെ. ഇപ്പം ഇന്നലെ ഞാൻ ഒമാനിലാണ്, ഒമാനിൽ നിന്ന് ഇന്നലെ പുലർച്ചെ എത്തിയിട്ടുള്ളൂ. ഒമാനിൽ ചെന്നപ്പോൾ അറബികളൊക്കെ ഒക്കെ അൽഹംദുലില്ലാ, എന്താണ് വർത്തമാനം? അൽഹംദുലില്ലാ ത്വയ്യിബ്, കേഫ് വിസൂറ, അൽഹംദുലില്ലാ ത്വയ്യിബ്. നമ്മളാണെങ്കിലോ എങ്ങനെയുണ്ട് കുട്ടികളൊക്കെ വർത്താനം? ഉസ്താദെ ഇപ്പം പനിയും തലവേദന, ആശുപത്രിയിൽ നിന്ന് നീച്ചാൻ വയ്യ, ജലദോഷത്തിന് 2 മരുന്ന് വാങ്ങി കൊടുത്താപ്പാ പറയണത്. അങ്ങനെ അസുഖം. അത് കഴിഞ്ഞപ്പോൾ പെണ്ണുങ്ങൾക്ക് അസുഖം, അത് കഴിഞ്ഞപ്പോൾ തന്നെ കുട്ടികൾക്ക് അസുഖം, പിന്നെ കുട്ടീനെ ദിവസമൊക്കെ പറഞ്ഞിച്ചിന് ഓൻ അസുഖം തന്നെ അസുഖം, ഓന് പോകാതൊക്കെ ഉള്ള അസുഖമാണ്, അത് വേറെ പ്രശ്നം. എന്നാലും ഈ അസുഖത്തിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് ആക്കേണ്ടാകുക. ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറയാൻ മറന്നു പോവുകയാണ്. അപ്പം നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട മഹാന്മാരാകുന്ന ആളുകൾ, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ, ശുഹദാക്കന്മാർ, അവരൊക്കെ തവക്കുൽ ചെയ്ത ആളുകളാണ്. എല്ലാ വിഷയങ്ങളും തവക്കുൽ, അൽഹംദുലില്ലാ അലല്ലാഹ് എന്ന് പറയാം. അപ്പം നമ്മൾ ഈ ഉറൂസ് നടക്കുമ്പോൾ ഈ മൗലിദിൻ്റെ സദസ്സിൽ വെച്ചുകൊണ്ട് ഒരു 11 നാര്യസ്വലാത്ത് ചൊല്ലി ദുആ ചെയ്ത് പിരിയുക. അല്ലാഹു തആല കബൂലാക്കട്ടെ. അതുകൊണ്ട് പുറത്തെ പള്ളിയിലുള്ള ആളുകളൊക്കെ ഇങ്ങോട്ട് അകത്തേക്ക് കയറിയോളി, ഇല്ലെങ്കിൽ നിങ്ങൾ വേഗം പോയിക്കോളി, ചോറിന് പോയിക്കോളി. ചോറിനൊന്ന ആളുകളുണ്ടാവും, ഓർക്ക് പിന്നെ ചോറ് വെച്ച് പോയാൽ മതി. ഓരോ മനുഷ്യന്മാർക്കും ഓരോ കരുതിയതാണ്. ഭക്ഷണത്തിന് വന്ന ആളുകൾ അത് മാത്രം കരുതി അവിടെ മാത്രം തിരക്കുക, അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അതൊരു ഭാഗമാണ്. ഇതൊക്കെ പൂർത്തിയായതിന് ശേഷം അൽഹംദുലില്ലാ വാങ്ങേണ്ട ഒരു സാധനമാണത്, അല്ലേ? അതാണ്. അല്ലാതെ അത് മാത്രം വാങ്ങിപ്പോയത് കൊണ്ട് എന്താവൂല, അതിൻ്റെ വർക്കത്തൊന്നും ഫുള്ളായി കിട്ടൂല. കുറച്ചൊക്കെ എന്തെങ്കിലും കിട്ടും, കാരണം നമ്മളെ മാതിരി അല്ലല്ലോ ഓല്. അതുകൊണ്ട് നമ്മളെ മാതിരിയാണെങ്കിൽ തീരെ കിട്ടൂല, അവന് കൊടുക്കാനേ വേണ്ട. അവൻ അങ്ങനത്തെ ആളാവാം. ഓന് ഇവിടെ ഒറ്റം വന്നിട്ട് നമ്മളത് കയറാതെ പോയി, എന്നിട്ട് ഓന് നമ്മൾ വർക്കത്ത് കൊടുക്കുക, അങ്ങനെയൊക്കെ പറയും. നമ്മളാണെങ്കിൽ മഹാന്മാർ ശുഹദാക്കന്മാർ അങ്ങനെയൊന്നുമല്ല. നമ്മൾ എത്ര നമ്മൾ വിത്തന കാട്ടി ചെന്നാലും പിന്നെ ഓല് റഹ്മത്ത് ചെയ്തുകൊണ്ടേ ഇരിക്കും. അത് അവരെ പ്രത്യേകതയാണ്.
റഹ്മത്ത് ചെയ്തുകൊണ്ടേയിരിക്കും. എത്ര ആളാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉസ്താദ് അവറുകൾ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. സാറിൽ നിങ്ങൾ എത്ര തെറി വിളിച്ചു തന്നാലും പൊരുത്തപ്പെടണമെന്നാണ് ആയി പൊരുത്തപ്പെട്ട് സാമഹ്. അറബിയാൾ അങ്ങനെയാണ്. നല്ല കൽബുള്ള ആളുകൾക്കേ കഴിയുള്ളൂ. അപ്പം നമ്മളെ കൽബിന് നല്ല വുസ്അത്ത് ഉണ്ടാകണം. എപ്പോഴും കൽബിന് നല്ല വിശാലതയുണ്ടാകുമ്പോൾ നമ്മുടെ ഒരുപാട് ദുന്യവിയായ വിഷയത്തിൽ വുസ്അത്ത് ഉണ്ടാകും. എല്ലാവരോടൊന്ന് ചിരിക്കാൻ മറന്നു പോകരുത്. എല്ലാവരോടൊന്ന് ചിരിച്ചു കൊടുക്കുക. വെറുതെ ചിരിക്കണ്ട. ഇന്നിപ്പോൾ ഞാൻ ചിരിക്കാൻ പറഞ്ഞ് ഞങ്ങൾ പരിയിൽ പെണ്ണുങ്ങളൊക്കെ ഒന്ന് ചിരിച്ചു കൊടുക്കാം. റാഹത്തിൽ ചിരിച്ചു കൊടുക്കുക ചെല്ലുമ്പോൾ. എപ്പോഴും ഇങ്ങനെ ചിരിക്കണ്ട. ചിരിച്ചാൽ ഇത് ഇയാൾക്ക് സുഖമില്ല. താത്തൂര് ശോധ നേർച്ചയ്ക്ക് പോയപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇനി വന്നപ്പോൾ ഇയാൾക്ക് എന്തോ അസുഖം, കാരണം അവിടുന്ന് എന്തോ ജിന്ന് കൂടിയിട്ടുണ്ട്. നാളെ പിറ്റേന്ന് ചികിത്സ തുടങ്ങും മൂപ്പര്. അപ്പോൾ ആളുകൾ അതിന് ഭാഗത്ത് തീർക്കാം അല്ലേ? അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിരുന്ന് നമുക്കൊരു 11 സ്വലാത്തു നാരിയ ഇൻഷാ അല്ലാഹ് ചൊല്ലി നവയത്തുൽ ഇഅ്തികാഫ ഫീ ഹാദൽ മസ്ജിദി ലില്ലാഹി തആല എന്ന ഇഅ്തികാഫിനെ നിയ്യത്ത് വെച്ചോളി. വെറുതെ ഇൻഷാ അല്ലാഹ് കൂലി കിട്ടും. അല്ലാഹു തആല കബൂലാക്കട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അങ്ങനെ ഒരുപാട് പ്രശ്നമുള്ള ആളുകളുണ്ട്. ഞങ്ങനെ പോന്നപ്പോൾ എൻ്റെ കൈ പിടിച്ച് പറഞ്ഞ് കുറേ പ്രശ്നം പറഞ്ഞ ആളുകളുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞ ആൾ. മക്കളെ കാര്യത്തിൽ ഒരുപാട് ആളുകൾ വാട്സപ്പിൽ പറയുന്ന ആളുകളുണ്ട്. മക്കളെ പെൺകുട്ടികളെ 18 വയസ്സാകാവളം കാത്തിരുന്ന് പിന്നെ അപ്പോൾ കല്യാണം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയപ്പം കല്യാണം ഉണ്ടാക്കണില്ല എന്ന് പറഞ്ഞ് പിന്നെ ഒരു ഏതെങ്കിലുമൊക്കെ ചെക്കന്മാരും കൊണ്ടാ വരിക. ഇത് വല്ലാത്തൊരു ഇടങ്ങേറനായി. പഠിക്കണീന് ആരും എതിരല്ലല്ലോ. പക്ഷെ പഠനം റൂട്ട് മാറി അങ്ങനെ ഉണ്ടാവും. റൂട്ട് മാറിയത് അങ്ങനെ ഉണ്ടാവും. അത് വല്ലാത്തൊരു ഇടങ്ങേറ് തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. ഇന്നിപ്പോൾ ഞാൻ അങ്ങോട്ട് പോരുന്ന വഴിയിൽ ഒരാൾ വിളിച്ചിട്ട് പറയാണ്, ഉസ്താദ് ഞങ്ങൾ പ്രത്യേകം ദ്വാരക്കണമ്പെടുക്ക് പോകുമ്പോൾ കോവിഡ് സമയത്ത് കുട്ടിക്ക് മൊബൈലിൽ പഠിക്കാൻ വേണ്ടി കൊടുത്തതാണ്. ആ മൊബൈലിലെ പഠനത്തിൽ ഏതോ ഒരു ചെക്കനേറ്റും അങ്ങനെയായി. ഇപ്പം സുബ്ഹാനല്ലാഹ് വലിയ വിഷമത്തിലാണുള്ളത്. വലിയ വിഷമത്തിലാണ്. അവനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ നമുക്ക് സുഖം കിട്ടാത്ത ഒരു വിവരമാണ് കിട്ടിയത്. എന്തെങ്കിലും ആയിക്കോട്ടെ, അറിയൂല, അല്ലാഹു അഅലം. ഏതായാലും അങ്ങനെ കിട്ടിയത്. ഏതായാലും നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂല. ഉസ്താദ് ദ്വാരക്കണം കേട്ടോ. ഈ വിഷമമുള്ള ആളുകൾ എത്ര ഉണ്ട് ഇവിടെ? ചില നിക്കാഹുകൾക്ക് ചെല്ലുമ്പോൾ നമുക്കിങ്ങനെ തോന്നും ഇതിൻ്റെ കോലം കണ്ടിട്ട് ഇത് നിസ്കരിച്ചിട്ടുണ്ടാക്കിയതാണോ. മനസ്സിലായോ? ചെത്തൻ്റെ പറഞ്ഞപ്പോൾ തിരിഞ്ഞോ? അത് തിരിങ്ങൾക്ക് അങ്ങനെ ഉണ്ട്. ഇനി ഒന്ന് ആലോചിച്ചപ്പോൾ തിരിയണ്ട. കുറച്ച് കഴിഞ്ഞിട്ട് എന്തേ ഇപ്പം തങ്ങൾ പറയും നിസ്കരിച്ചിട്ട് ഒന്നുണ്ടാക്കിയതാണോ, ഒന്നുണ്ടാക്കിയിട്ട് നിസ്കരിച്ചതാണോ എന്ന് തങ്ങൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ പരിപാടി കഴിഞ്ഞിട്ട് ഇന്ന് അങ്ങനെ ചോറും വാങ്ങി ഇങ്ങനെ പോകുമ്പോൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ വൃത്തം കിട്ടും. അങ്ങനെ പെരയിലെത്തുമ്പോൾ തന്നെ മറുപടി ഉണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പം അതില്ലാതെയാണ് നമ്മളൊക്കെ സാധാരണ എന്താ ചെയ്യേണ്ടത്? ഓതുണ്ടാക്കിയിട്ടാ നിസ്കരിച്ച് അല്ലേ റഷീദ് ഭായി? അങ്ങനെയാണ്. നമ്മളെ സോളാറിൻ്റെ ആളാ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ്. താടിക്കെല്ലാം കൂടിയും പോകാം. അപ്പം അങ്ങനെ ഇൻഷാ അല്ലാഹ് കുറേ പല യക്കാപ്പറമ്പെന്ന് വന്നാൽ മൂപ്പര് അങ്ങനെ പലയിടത്തുനിന്ന് വന്ന ആളുകളുണ്ട്. അപ്പോൾ 11 സ്വലാത്ത് ചൊല്ലുകയാണ്. ആ സ്വലാത്ത് ചൊല്ലുമ്പം തുഖ്ലാബിൽ ഹവായിജ് എന്ന് ചൊല്ലുമ്പോൾ നിങ്ങളെ വിഷയങ്ങളൊക്കെ അവിടെ മനസ്സിൽ കരുതിക്കോ. ഇത് നമ്മൾ ഇരിക്കുന്ന പള്ളി ഏതാന്ന് നമുക്കറിയാം. അൽഹംദുലില്ലാഹ് നമ്മളെ ചാരത്ത് ശുഹദാക്കന്മാരുണ്ട്. അവരൊക്കെ വിശ്വാസമുള്ള ആളുകളാണല്ലോ നമ്മൾ. അതുകൊണ്ട് അവരെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ മജ്ലിസ് കബൂലാക്കട്ടെ. ഞാൻ ഒമാനിൽ സലാലയിൽ ചെന്നപ്പോൾ ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ മഖ്ബറ സിയാറത്ത് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട താജുദ്ദീൻ മഹാനവറുകളുടെ ഖബർ സിയാറത്ത് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട ഹദ്ദാദ് തങ്ങളുടെ സിയാറത്ത് ചെയ്ത് അങ്ങനെ ഞാൻ ഒമാനിൽ പോയപ്പോൾ ഒരു വടി ഒരാൾ എനിക്ക് തന്നൊരു വടി, അവിടുത്തെ വടി, ഒമാൻ വടി. ഇത് ഞാൻ എയർപോർട്ടിൽ എമിഗ്രേഷൻ അവിടെ മറന്നു വെച്ചപ്പം അവിടുത്തെ ആ എമിഗ്രേഷനിലെ പോലീസുകാരൻ അത് എടുത്തിട്ട് തന്നു, കൊണ്ടുപോയിക്കോ, ഇത് ഒമാനത്തെ ഇത് ഞങ്ങളെ വടിയാണെന്ന് മറക്കരുത് കേട്ടോ. കാരണം അത്രയും ബഹുമാനത്തോടു കൂടെയാണ് ഓല ആ സംഗതിയെ കാണുന്നത് എന്നർത്ഥം. ഞാൻ അതിലേറെ ബഹുമാനം എന്ന് പറഞ്ഞാൽ അത് മക്കാമിലൊക്കെ വെച്ച ഒരു വടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതിങ്ങനെ മറന്നപ്പോൾ ആ ഒരു നാടിനോടും അതിനോടുള്ള സംഗതിയൊക്കെ അവരിങ്ങനെ പറയാണ്. മറക്കരുത്, അത്രയും ബഹുമാനത്തിൽ കൊണ്ടുവന്നു തരാണ്. നമുക്ക് ഇത് എൻ്റെതാണ് മറന്നതാണ് പറഞ്ഞേ. അപ്പോൾ ബഹുമാന ആദരവ് എപ്പോഴും നമുക്ക് വേണം. ആ ആദരവോട് കൂടെ നമ്മളിവിടെ ഇരിക്കണം. ഇപ്പോൾ അല്ലാഹു തആല അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നമ്മളെ കാര്യങ്ങളൊക്കെ അല്ലാഹു സാധിപ്പിച്ച് തരട്ടെ. അൽഹംദുലില്ലാഹ് അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നമ്മളെല്ലാ കാര്യങ്ങളും ഫത്ഹാക്കി തരട്ടെ. അൽഹംദുലില്ലാഹ് ഇൻഷാ അല്ലാഹ് ഇപ്പോൾ സിയാറത്തിന് വരുന്ന ആളുകൾക്കും ഒക്കെ സൗകര്യാർത്ഥം അൽഹംദുലില്ലാഹ് അതിൻ്റെ മുകളിലൊക്കെ ചോർന്നൊലിക്കുക. മഴ പെയ്യുമ്പോഴാണ് ചോർച്ചറിയുള്ളത്. ഇതിങ്ങനെ പറഞ്ഞാൽ പോകും മഴ പെയ്യോളം, മഴ നിൽക്കോളം. മഴ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ആ ചർച്ച നിൽക്കും. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ഉറൂസിനോടനുബന്ധിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവിടെ അതൊന്ന് ശരിപ്പെടുത്താനുണ്ട്. ഒക്കെ പഴയ കാലത്ത് ഇങ്ങനെ സാഹചര്യത്തിനനുസരിച്ച് കൊണ്ട് നീട്ടി കൊണ്ടുപോയതാണ് പഴയ റൂട്ടിൽ. ഇപ്പം ഇൻഷാ അല്ലാഹ് അതൊക്കെ സൗകര്യത്തോടു കൂടെ ചെയ്യുമ്പോൾ അതൊക്കെ വലിയ കാര്യങ്ങളാണ്. അത് റെഡിയാക്കണം. അപ്പം അതന്നെ പോരെ, എന്താ അപ്പം അതിന് കുഴപ്പമെന്നൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടാവും. ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിൻ്റെ മക്കാമിലൊന്ന് പോകണം.
ഈജിപ്തിൽ ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിന്റെ മഖാമിൽ പോയാൽ സുബ്ഹാനല്ലാഹ് മാഷാ അല്ലാഹ്, അവിടെ അങ്ങനെ കണ്ടാൽ ഷാഫി ഇമാമും നമ്മളെ ഇമാമല്ലേ, ഇമാമിന്റെ അടുത്ത് പോകണ്ടേ നമ്മള്, സിയാറത്തിന് പോകണം നമ്മള്. കാരണം നമ്മൾ ഷാഫി മദ്ഹബുകാരാണ്. ഷാഫി മദ്ഹബുകാരാകുന്ന നമ്മളെ ഇമാമിനൊന്ന് കാണാൻ പോകണ്ടേ, അവിടെ ഹദ്റത്തിൽ നിന്ന് പോകണ്ടേ. ഞങ്ങൾ ഒരു തവണ ചെന്നപ്പോൾ അവിടെ മഖാമ് പണിയില്ല, പിന്നെ ചെന്നപ്പോൾ അപ്പോഴും പണി തീർന്നിട്ടില്ല. അപ്പം ലക്ഷക്കണക്കിന് ഉറുപ്പ്യൻ്റെ പണി, കാരണം കംപ്ലീറ്റ് മരം ഇങ്ങനെ സുബ്ഹാനല്ലാഹ് മരം കൊണ്ട് ആ പരിപാടി ചെയ്ത് കണ്ടാൽ നെട്ടിപ്പോവും. ഈ പള്ളിൻ്റെ ഈ ഒത്ത പള്ളിൻ്റെ അത്ര എന്താ നിങ്ങൾ പോയില്ലേ? പടച്ചോനെ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നിന്ന് പോകണം നമുക്ക്. താത്തൂർ ശ്രോതാക്കളെ ഇവിടുന്ന് ഒരു ഈജിപ്തിക്ക് ഒരു യാത്ര ഉണ്ടാക്കണം. അപ്പോഴല്ലേ ഈ പള്ളിൻ്റെ അത്ര ഉണ്ടാവും. ഉസ പോയില്ല. അതിന് ദ്വാരനോടെയല്ലോ എന്നാ പോവും, പൈസ ഉണ്ടായിട്ടൊന്നും നടക്കൂല. ഇപ്പം അങ്ങനെ ഇത്രയും ഇതിൻ്റെ അപ്പുറമുണ്ട്, വലിപ്പമുണ്ട്, ഭയങ്കര ഹൈറ്റിൽ നടുക്കാണ് മഖാമുള്ളത്. മാഷാ അല്ലാഹ്, കണ്ടാൽ ഒരു എത്ര ലക്ഷങ്ങൾ കോടികൾ ചിലവാക്കിയിട്ടുണ്ടാവും. പിന്നെ ഒരു 4-5 വർഷം കഴിയുമ്പോൾ പിന്നെയും അവിടെ ചെല്ലുമ്പോൾ കാണാം മഖാമ് പണിയിലാണ്, അതുകൊണ്ട് ഉള്ളിൽ കയറാൻ കഴിയൂല, പിന്നെയും പണിയെടുക്കുകയാണ്. അത് തീർന്നിട്ടില്ല. അപ്പോൾ അതിന് മോഡൽ മാറ്റിയാണ്. ബഹുമാനപ്പെട്ട ബീബി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ മഹദിയുടെ ഹദറത്തിലേക്ക് ഞാൻ പോയിട്ടുണ്ട്. അവിടെ ചെന്നപ്പം സുബ്ഹാനല്ലാഹ്, എന്താ മാഷാ അല്ലാഹ്, നഫീസത്ത് ബീവിയുടെ അടുക്കൽ എപ്പോഴും ബഹുമാനപ്പെട്ട ഷാഫി ഇമാം വരുമ്പോൾ എപ്പോഴും അവിടെ വന്നു പോകും. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ടവർ വസിയത്ത് ചെയ്തിരുന്നു, ഞാൻ വഫാത്തായാൽ എന്നെ എവിടെ കൊണ്ടുവരണം? ബഹുമാനപ്പെട്ട ബീബി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ മഹദിന്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് അവിടെ നിസ്കരിച്ചിട്ട് വേണം പിന്നെ വേറെ നിസ്കാരം നടക്കാൻ. അങ്ങനെ തന്നെ ചെയ്തത്. ഇപ്പോഴും ആ പണി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ ചെന്നപ്പോൾ കാറിൽ ആംബുലൻസിലൊക്കെ ഇങ്ങനെ മയ്യത്ത് കൊണ്ടുവരുന്നുണ്ട്. ഞങ്ങൾ എന്താ ഇവിടെ ഇങ്ങനെ മയ്യത്ത് കൊണ്ടുവരുന്നത്? അപ്പം എന്താ, അന്ന് ഷാഫി ഇമാം പറഞ്ഞ ആ സംഗതി അനുസരിച്ചുകൊണ്ട് ഇപ്പോഴും എന്ത് ചെയ്യാണ്, അവിടെ പ്രദേശത്തൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുവരും, ഇവിടുന്ന് ജനാസ നിസ്കരിക്കും. അത് 10 ആൾ 20 ആൾ ഉണ്ടാവും. എന്നിട്ട് പോലെ മഹല്ലിക്കാണ് കൊണ്ടുപോകും. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. ഭയങ്കര മക്കാം. ബഹുമാനപ്പെട്ട ഷാദുൽ ഇമാമിന്റെ മക്കാമിൽ ചെന്നാൽ, ഷാദുൽ ഇമാമിന്റെ മക്കാമിലേക്ക് ഇവിടുന്ന് ഈജിപ്തിന് 1000 കിലോമീറ്റർ ഓടണം. 800 കിലോമീറ്റർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ബസ്സിന്റെ ഡ്രൈവർ അവിടെ വിശ്രമിക്കും. പിന്നെ അവിടുന്ന് അങ്ങോട്ട് വേറൊരു ബസ്സുകാരനാ, ഓനാണ് 200 കിലോമീറ്റർ കൊണ്ടുപോകുക. എന്നിട്ട് പിന്നെ ആ 200 കിലോ തിരിച്ചും കൊണ്ടുവരും. അപ്പോൾ തന്നെ 800 കിലോമീറ്റർ ഉറങ്ങി വിശ്രമിച്ച് പിന്നെ വണ്ടി വീണ്ടും തിരിച്ചെടുക്കും. അങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം ഉള്ളത്. ബഹുമാനപ്പെട്ട ഷാദുൽ ഇമാമിന്റെ ഹദറയിൽ അവിടുത്തെ മക്കാമിൽ അവിടെ ചെന്നപ്പം സുബ്ഹാന ജല്ല ജലാലി, എന്തോ ഒരു ചുറുക്കറിയാം, എന്തൊരു ഭംഗി, മാഷാ അല്ലാഹ്. ഇതിനെക്കാട്ടും വലിപ്പമുണ്ട്. ആളുകൾക്ക് ഇരിക്കാനും ഹദറ നടത്താനും ഷാദുലി റാത്തീബ് നടത്താനും ഒക്കെ അൽഹംദുലില്ലാഹ് അങ്ങനെയാണ്. ഷാദുൽ ഇമാമിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഷാദുൽ ഇമാമിൻ്റെ എപ്പോഴും കൈ കൊടുക്കുമ്പോൾ ഏത് ജലസ കഴിഞ്ഞാലും എല്ലാവരും കൈ പിടിച്ചാൽ പോവുക. ഞാൻ എൻ്റെ കൈ പിടിച്ചാൽ പിന്നെ നിങ്ങൾ ഇവിടെ അപ്പുറത്ത് നിൽക്കണം. പിന്നെ മൂന്നാമത്തെ ആൾ വന്ന് എൻ്റെ കൈയും നിങ്ങളെ കൈയും പിടിച്ചിട്ട് അവിടെ നിൽക്കണം. 5-മത്തെ അങ്ങനെ എല്ലാവരും റൗണ്ട് അടിച്ച് എല്ലാവരും കൈ പിടിച്ചിട്ടേ പോകുള്ളൂ. അങ്ങനെ വന്നാൽ ഒരു ഹദറ കഴിഞ്ഞാൽ അടുത്ത ഹദറ വരെ തെറ്റിക്കാൻ പറ്റുള്ളൂ. കാരണം കൈ എന്തായാലും പിടിച്ചണ്ടേ. ഞാൻ നിങ്ങളോട് തെറ്റിക്കണ്, അതുകൊണ്ട് ഞാനിങ്ങനെ നിങ്ങളെ കൈ പിടിച്ചാക്കണ്. അപ്പം കൈയാണ് പിടിക്കലോട് കൂടെ എന്തായി ആ പ്രശ്നം തീർന്ന്. കണ്ടോ, ശരിക്കും നമ്മളെ മഹല്ലിലൊക്കെ അങ്ങനെ ചെയ്യണം. ഓരോ വെള്ളിയാഴ്ചയും. എന്നാൽ പിന്നെ കൊയ്തുണ്ടാവില്ല. ഓരോ വെള്ളിയാഴ്ച അങ്ങനെ ജുമാ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, എല്ലാവരും കൈ പിടിച്ചിങ്ങനെ പോയാൽ അൽഹംദുലില്ലാഹ് വലിയ സന്തോഷമാണ്, നല്ല റാഹത്താണ്. അപ്പം അങ്ങനെ നമ്മൾ ചെയ്യണം. എന്ത് കുയിന്ത് മാറാനോ ആ കൈയൊന്നാണ് പിടിച്ചുമ്പോൾ ചിലപ്പോൾ മാറിയാലോ. ബഹുമാനപ്പെട്ട ചിലപ്പോൾ നമ്മൾ പെണ്ണുങ്ങളും നമ്മൾ തമ്മിൽ തെറ്റും. പെണ്ണുങ്ങൾ നമ്മൾ തമ്മിൽ തെറ്റിക്കഴിഞ്ഞാൽ കുറച്ചേരൊക്കെ നമുക്ക് തെറ്റിക്കാൻ കഴിയുള്ളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ തോന്നും ഓൾ ഇങ്ങോട്ടും ഉണ്ടാകുന്നതാണ് മുണ്ടേനി. അങ്ങനെ തോന്നിയ ആളുകൾ ഇപ്പോൾ കൈയൊക്കെ ഉണ്ടാ ഇന്ന് തോന്നിയാലുണ്ടാവും. ഓൾ ഇങ്ങോട്ട് വന്നാൽ നമുക്കത് സലാം പറഞ്ഞ് റെഡിയാക്കേനി. പക്ഷെ ഓള് വരുന്നില്ലല്ലോ. ഓള് കരുതുക എന്ത്, പുതിയാപ്പള ഇങ്ങോട്ട് വന്നാൽ അങ്ങോട്ട് മുണ്ടിയാൽ നന്നാവേനി, രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങനെ വൈകുന്നേരം ആകുമ്പോഴത്തേനും ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് റാഹത്തായാൽ ഒരു സന്തോഷമായി എന്നിങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവിയും അലി റളിയല്ലാഹു അൻഹും ജീവിതത്തിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു പിണക്കം ഉണ്ടായി. പിണങ്ങിയപ്പോൾ രണ്ടാളെ മനസ്സിലും ഇങ്ങനെ തന്നെ. അങ്ങനെ അലി റളിയല്ലാഹു ഇങ്ങോട്ട് വരികയാണെങ്കിൽ ശരിയാകേനി, ഫാത്തിമാവി ഇങ്ങോട്ട് വരികയാണെങ്കിൽ ശരിയാകേനി അലി റളിയല്ലാഹു. അങ്ങനെ ഒരു ഈഗോ പ്രശ്നം ഉണ്ടാവുമല്ലോ. അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഒരു തവണ ബഹുമാനം തെറ്റിയിട്ട് പിണങ്ങിയിട്ട് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു പുറത്തു പോയി വന്നപ്പോൾ ഫാത്തിമാവി ഇങ്ങനെ പല്ലിക്കുക. ഈ പല്ലിങ്ങനെ തേച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറേ നേരം ആ പല്ല് കേൾക്കണമെങ്കിൽ നോക്കി എന്തെങ്കിലും നമ്മൾ മിണ്ടുകയാണെങ്കിൽ ശരിയാക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ നിന്ന്. പക്ഷെ കുറച്ച് കഴിയും മിണ്ടണില്ല. പിന്നെ പല്ലൊക്കെ തേച്ചിട്ട് ആ ബ്രഷ് അവിടെ വെച്ച് പോയപ്പോൾ ആ ബ്രഷിനോട് ഒരു ബെയ്ത്തങ്ങട്ട് പാടി ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു. അല്ലാഹ്, ഇതിപ്പോൾ ഫാത്തിമാവിൻ്റെ പല്ലിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോയ പല്ലാണ്. ആരാന്ന് അറിയോ? ഇത് ഫാത്തിമ ബീബി റസൂലുള്ളാഹിൻ്റെ മോളാണ്. ആ മോളെ പല്ലുമ്മക്കൂടെ ഉള്ളത്. എൻ്റെ പല്ല് വൃത്തിയാക്കാനായതുകൊണ്ട് ഇപ്പോൾ ഞാനൊന്നും മിണ്ടണില്ല, അല്ലെങ്കിൽ എനിക്ക് കുറേ പറയാനുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു. ഇത് ഫാത്തിമ ബീബി ഇങ്ങനെ കേൾക്കാം.
അപ്പോൾ ഫാത്തിമാവി മനസ്സിലായി എന്നോടുള്ള വല്ലാത്ത സ്നേഹം കേട്ടോ അലി റളിയല്ലാഹു. കാരണം ഒരു ബ്രസ്സിനോടൊപ്പം മൂപ്പര് പറയുന്നത്. അതിൽ ഫാത്തിമാവി ചെന്നിട്ട് അസ്സലാമു അലൈക്കും ഒറ്റ കൂട്ടിപ്പിടുത്ത സംഗതി ശരി. മുസന്നിഫിൻ്റെ മുറാദ് റെഡിയായി. അപ്പോൾ നമ്മൾ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. നമ്മളങ്ങനെ ഉണ്ടാകുമ്പം ബ്രസ്സിനോടല്ല കുട്ടികളോട് ഇങ്ങനെ പറയും, ഉമ്മാനെ പിത്തന കാട്ടുക, ഇമ്മ എന്നെ 10 മാസം 9 മാസം 9 ദിവസം ഗർഭം ചുമന്ന് മരണത്തിൻ്റെ പകുതി വേദനയ്ക്ക് അനുഭവിച്ചുകൊണ്ട് പ്രസവിച്ച ഉമ്മയാണ്. ആ ഉമ്മനെ ഇടങ്ങേറാക്കുക എന്നൊക്കെ ഇങ്ങനെ ചൂടാവുമ്പോൾ പെണ്ണൊക്കെ തോന്നുന്നു അടച്ചോ എന്നെ നല്ല സ്നേഹമുണ്ടോ. നേരത്തെ അങ്ങനെ ആ കൈപ്പങ്ങിയിൽ ഉപ്പ് കയറിയിൽ അങ്ങനെ പറഞ്ഞാലും മൂപ്പർക്ക് സ്നേഹമുണ്ട്. അപ്പോൾ ഓള് വന്നിട്ട് അസ്സലാമു അലൈക്കും റെഡിയായി. മാഷാ അല്ലാഹ് അല്ലേ? ഇതാർക്കേ കഴിയുള്ളൂ? കൽബ് നല്ല വൃത്തിയുള്ള ആളുകൾ. ചിരിക്കാൻ മറന്നു പോകരുത്.